ജാസ്മിനും ഗബ്രിയും എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും അവരുടെ ഈ ഒരു കോംബോ അവർ അവസാനിപ്പിക്കുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാര്യം ജാസ്മിനും ഗബ്രിക്കും മനസ്സിലായി ഈ ഒരു കോംബോ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നതെന്ന്. ജാസ്മിൻ ഇപ്പോൾ റിയൽ ആയിട്ടൊരു ലവ് അല്ലെങ്കിൽ ലവ് എന്നൊക്കെ പറയാമെന്ന് എനിക്ക് അറിയത്തില്ല ഇതിനൊക്കെ. സ്നേഹം തോന്നുന്നു അത് റിയൽ ആണെന്ന് പറയുന്നു. കാര്യം പുറത്തേക്ക് ഉള്ള എല്ലാം പോയി, അത് ജാസ്മിൻ അറിഞ്ഞു കഴിഞ്ഞു. ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇനി അത് സാധാരണ ഗെയിമിൽ നിന്ന് മാറി ചിന്തിക്കാണ് വേണ്ടത്. പക്ഷേ വീണ്ടും 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 അങ്ങോട്ടേക്ക് പോവുകയാണ്. ജാസ്മിന് എനിക്ക് തോന്നി ഈ പറഞ്ഞൊക്കെ റിയലായിട്ട് തോന്നി. പക്ഷേ ഗബ്രിക്ക് അതൊരിക്കലും റിയൽ അല്ല. ഗബ്രി ഗെയിമിന് വേണ്ടി മാക്സിമം ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. ടോപ്പ് 5 ആണ് നമ്മുടെ ഗബ്രിയുടെ ഉദ്ദേശം. അത് ഈ ഒരു കോമ്പിലൂടെ പോകാൻ പറ്റുമെന്നുള്ള തോന്നൽ ഗബ്രിക്കുണ്ട്. ഗബ്രി ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും, ഒരു കരഞ്ഞ് മിഴുങ്ങി ഇരിക്കുന്നത്. അത് കാണുന്ന ജാസ്മിൻ ഗബ്രി എൻ്റെ പൊന്ന് ഗബ്രി നീ ഇങ്ങനെ ഇരിക്കില്ലേ ഗബ്രി എന്നും പറഞ്ഞ് ചെല്ലും. അത് കേൾക്കുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഗബ്രി അങ്ങനെ ചെയ്യും. കാരണം ഗബ്രിക്ക് അറിയാം അങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുമ്പം ജാസ്മിൻ ഗബ്രിയുടെ കൂടെ തന്നെ വരും, അല്ലെങ്കിൽ ഗബ്രി പറഞ്ഞനുസരിച്ച് അതേ രീതിയിൽ ഗെയിം കളിക്കുമെന്ന്. ജാസ്മിന് ആഗ്രഹമുണ്ട് ഗെയിമിന് ഒന്നി മാറി ചിന്തിക്കണം, അല്ലെങ്കിൽ റിയലായിട്ട് പോകണം എന്ന രീതിയിൽ. കാര്യം പുറത്ത് നെഗറ്റീവായി ലൈഫ് മൊത്തം പോയി, അത് ജാസ്മിൻ മനസ്സിലായി. ഗബ്രിക്ക് പുറത്ത് പിന്നെ എത്ര നെഗറ്റീവായാലും ലൈഫ് പിടിച്ച് കയറാൻ പറ്റും, സാഹചര്യമുണ്ട്, ഫാമിലി സപ്പോർട്ട് ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ തിരിച്ച് പിടിച്ചില്ലുമ്പം ഒരിക്കലും ഫാമിലി സപ്പോർട്ട് ചെയ്യില്ല. എനിക്ക് തോന്നുന്നില്ല ഏത് രീതിയിലായിരിക്കും ഫാമിലി നമ്മുടെ ജാസ്മിനെ സ്വീകരിക്കുന്നതെന്ന്. അപ്പോൾ അതൊക്കെ മനസ്സിലായിക്കൊണ്ട് തന്നെ ആയിരിക്കും ഇനി ഒരു പുതിയൊരു രീതിയിൽ പോകാം ലൈഫ് എന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ആ തോന്നിയ പ്രണയം തുറന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം എന്നൊക്കെ ആയിരിക്കും. കാര്യം പുറത്തത് പോയി, അത് ഇടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ എല്ലാവരും ചീറ്റ് ചെയ്തു, പുറത്തുള്ളവരൊക്കെ ചീറ്റ് ചെയ്തു എന്ന്. കാര്യം ജാസ്മിൻ മനസ്സിലായതുകൊണ്ട്. അപ്പം എങ്കിൽ അങ്ങനെ ചീറ്റ് ചെയ്ത് തോന്നി, ഗബ്രിയായിട്ടുള്ള കാര്യം നടക്കില്ലെന്ന് മനസ്സിലായിട്ട് എന്താ വേണം, ഗബ്രിയും ജാസ്മിനും മാറി മാറി നിന്ന് ഗെയിം കളിക്കണം. പോകുന്നത്തെ നാൾ പോട്ടെ, കുറച്ചെങ്കിലും പ്രേക്ഷകർ പറയാലോ അവർക്ക് കുറച്ച് തിരിച്ചറിയും ബോധം ഉണ്ടായി അവർ മാറിയെന്ന്. ഇതങ്ങനല്ല, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഗബ്രി 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 എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഇങ്ങനെ പുറക്കെ നടക്കുക. ഇത് കേട്ട് തലപ്രാന്ത് എടുക്കാൻ തുടങ്ങി മനുഷ്യന്. ഇപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജാസ്മിന് കുറച്ച് സീരിയസ് ആയിട്ടൊരു സ്നേഹം തോന്നുന്നു, ഗബ്രിക്ക് അതില്ല. ഗബ്രിക്ക് ഇങ്ങനെ കടി നുള്ള് പിച്ച് നക്കല് കെട്ടിപ്പിടി ഇത് മാത്രം മതി. ഈ ഒരു ബിഗ് ബോസ് കഴിയുന്ന വേറെ. അത് കഴിഞ്ഞാൽ ജാസ്മിനുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് പോലും വെക്കുന്ന എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങി ലൈഫ് മൊത്തം പോയത് ജാസ്മിൻ്റെയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഗെയിം കളിക്കുക അത് ചെയ്തതുമില്ല. എന്നാൽ ബിഗ് ബോസ് ഇട്ട് എന്തെങ്കിലും ടാസ്ക് കൊടുക്കും ഇവരെ, ഏത് സമയം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാനുള്ള അവസരം ബിഗ് ബോസ് തന്നെ കൊടുക്കുവാണ്. ഏതെങ്കിലും നല്ല ടാസ്കുകൾ, വീക്കിലി ടാസ്കുകളൊക്കെ കൊടുക്കേണ്ട സമയമായി. എല്ലാവരും ഈ സായി ഒക്കെ അവിടെ പോയി ചുമ്മാ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കും. ഭയങ്കര പ്ലാനും പദ്ധതിയൊക്കെയാണ്, ഇങ്ങോട്ട് ഒന്നും കാണുന്ന പോലും ഇല്ല. ഏതെങ്കിലും ടാസ്ക് വരുമ്പോൾ ഓടി നടന്ന് ടാസ്ക് കഴിയും, പിന്നെയും പോയി കിടക്കും. ഇത് തന്നെ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ അടിച്ചിറക്കണം എല്ലാത്തിനും. എന്നിട്ട് ഗെയിം ഇപ്പോൾ ഗബ്രി ജാസ്മിൻ എന്തെങ്കിലും നെഗറ്റീവ് കളിക്കുന്നത് വെച്ചാൽ അവരൊക്കെ അവിടെ നിർത്തണം, ഗബ്രി ജാസ്മിൻ ജിൻഡോ ഒക്കെ. എന്നിട്ട് അവർക്ക് ഇത്രയും പേർക്ക് കപ്പ് കൊടുത്തും വിടണം, ഫസ്റ്റും സെക്കൻഡും തേർഡും നോക്കിയിട്ട്. അല്ല ഇപ്പം ഞാൻ എന്താ പറയാൻ, ഇവിടെ കുറേ എണ്ണം പോയിട്ട് അവിടെ കിടന്ന് ഉറങ്ങി കിടക്കുന്നു. എന്തായാലും ജാസ്മിന് മനസ്സിലായി പുറത്ത് നെഗറ്റീവാണെന്ന്. ഇപ്പം ജാസ്മിന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന റെസ്മിനായി കുറ്റം മൊത്തം. അത് ഗബ്രി പറയുന്ന റെസ്മിനാണ് ഇതിനെല്ലാം കാരണമെന്ന്. എന്തായാലും റെസ്മിനും പോയി, ജാസ്മിനും പോയി, ഗബ്രിയും പോയി. ഇപ്പോൾ എല്ലാം കൂടെ ആടെ ചളവ് ഉളവായി കിടക്കുവാണ്. കണ്ടു തന്നെ അറിയാം എന്താ നടക്കാൻ പോകുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.